കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ മഹിതപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഒരിക്കലും ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായിട്ട് ഭാര്യയെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണം എന്ന് അവന് ചിന്തയുണ്ടായി. ഒരു വഴിയും ഒക്കാഞ്ഞിട്ട് ഇണങ്ങിപ്പറഞ്ഞ് ഒരു ദിവസം വിളിച്ചുകൊണ്ടുപോയി ഒരു സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നദിയുടെ അരികത്തൂടെ, ഒരു ലേക്കിൻ്റെ അരികത്തൂടെ വളരെ സന്തോഷത്തോടുകൂടി വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ആ ആഴിയുടെ മനോഹാരിതകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഇടപെട്ടു. ഓർക്കാപ്പുറത്ത് ഭാര്യയെ പിടിച്ച് ഒരൊറ്റ തെള്ളു കൊടുത്തു. അവൾ ആ കയത്തിൽ വീണ് മരിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചതിക്കുഴിയിൽ പെടാത്ത മനുഷ്യരാരുമില്ല. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലായിരിക്കാം, ഇല്ല എങ്കിൽ വേറൊരു ചതിക്കുഴിയായിരിക്കാം. ജോലി ചെയ്യുന്നിടത്ത് ചതിക്കുഴിയുണ്ട്, വിവാഹ ജീവിതത്തിൽ ചതിക്കുഴിയുണ്ട്, സ്നേഹബന്ധത്തിൽ ചതിക്കുഴികളുണ്ട്, വിദ്യാഭ്യാസത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ, ആരാധനയിലും ചതിക്കുഴിയുണ്ട്. നോക്കൂ, ഹാബേലിനെ കയീൻ വിളിച്ചുകൊണ്ടുപോയി സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് വരൂ, നമുക്ക് വയലിൽ പോയി നമുക്ക് സംസാരിക്കാം അല്പനേരം. സഹോദര ബന്ധത്തിൽ ഹാബേൽ കയീനെ വിശ്വസിച്ചു. എന്നാൽ അവിടെ വെച്ച് പെട്ടെന്ന് അതൊരു ചതിക്കുഴിയായി അവൻ്റെ മുൻപിൽ വെളിപ്പെട്ടു. ആ കയീൻ അവനെ കൊല ചെയ്തു. അങ്ങനെ ചതിക്കുഴിയിൽ പെടാത്ത മനുഷ്യർ ആരും തന്നെ ലോകത്തിലില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ ചതിക്കുഴിയിൽപ്പെട്ടവർ മാത്രമേ മനുഷ്യരായിട്ടുള്ളവരുള്ളൂ. സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും ബിസിനസ്സുകാർ, ഏത് വലിയ ധനികനുമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു രീതിയിലുള്ള ആ ചതിക്കുഴിയിൽ അവൻ്റെ ജീവിതത്തിൽ പെട്ടിട്ടുള്ളതായ അനുഭവം അവന് പറയുവാൻ കഴിയും. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി കാഴ്ചവെക്കുന്നത് എങ്ങനെ ചതിക്കുഴിയിൽ നിന്നും രക്ഷപ്പെടാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ആഴം എന്ന് പറഞ്ഞാൽ ഗർത്തങ്ങൾ, കുഴി, താഴ്ച, കണ്ണെത്തുവാൻ അല്ലെങ്കിൽ കണ്ണുകൾ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയാത്ത അത്ര ആഴം എത്ര ഉണ്ടെന്ന് അളക്കുവാൻ കഴിയാത്ത കുഴിയാണ് ഡീപ്പ് എന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ഈ ആഴത്തെക്കുറിച്ച്, ആഴി എന്ന് പറഞ്ഞാൽ സമുദ്രം, ആഴമെന്ന് പറഞ്ഞാൽ കയമെന്ന് പറഞ്ഞാൽ മരണം അല്ലെങ്കിൽ അകപ്പെട്ടു പോകാവുന്നതായ വലിയ ഗർത്തങ്ങളെക്കുറിച്ചാണ് ഡീപ്പ് എന്ന് പറയുന്നത്. ഫേസ് ഓഫ് ദ ഡീപ്പ്. ഈ ആഴത്തിൻ്റെ മീതെ അത് ആഴമാണെന്ന് കാണിക്കാതിരിക്കത്തക്കവണ്ണം ചതിക്കുവാൻ ഇരുളുണ്ടായിരുന്നു എന്ന് ദൈവം കണ്ടു. അങ്ങനെയാണ് മോശ പറയുന്നത്, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇരുൾ എവിടെയൊക്കെ ഉണ്ട്, ആഴം എവിടെയൊക്കെ ഉണ്ട് എന്ന് ദൈവത്തിന് അറിവ് കൊടുക്കുവാൻ സമുദ്രത്തിൻ്റെ മേൽ, വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നതായ ഒരു ആത്മാവിൻ്റെ പരിവർത്തനമുണ്ടായി. അങ്ങനെ ദൈവം സൃഷ്ടിപ്പാനിരിക്കുന്ന ജീവജാലങ്ങൾ ചതിക്കുഴികളിൽ പെടാതിരിക്കുവാൻ, ഗർത്തങ്ങളെ കണ്ട് മനസ്സിലാക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തതായ വഴി വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണുന്നതായ വെളിച്ചമൊക്കെ സൂര്യപ്രകാശമാണ്, ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും പ്രകാശം, ഇല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ബുദ്ധി കൊണ്ടുണ്ടാക്കുന്ന ഇലക്ട്രിക് ലൈറ്റുകളുടെ പ്രകാശം. ഇതിനെക്കുറിച്ചല്ല വേദപുസ്തകം പറയുന്നത്. ഭൂമിയും ചന്ദ്രനും സൂര്യനുമായിട്ടുള്ള ബന്ധത്തിലല്ല. ഇവയൊക്കെയും സ്ഥാപിതമാകുന്നതിന് മുമ്പ് തന്നെ ആഴത്തിനെ മനസ്സിലാക്കുവാൻ, ആഴങ്ങളെ കണ്ടറിയുവാൻ തക്കവണ്ണം, ആഴത്തിൻ്റെ മേതിൽ ചതിയായി വർത്തിച്ചു കൊണ്ടിരുന്നതായ അന്ധകാരത്തെ കണ്ട് മനസ്സിലാക്കുവാൻ, ഇത് ചതിയാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം പ്രകാശത്തെ കൽപ്പിച്ചാക്കി. വെളിച്ചമുണ്ടാകട്ടെ. എന്താണ് ഈ വെളിച്ചം? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് ഡിക്ലെയർ ചെയ്തു. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം എന്തിനാണ്? ക്രിസ്തുവിൻ്റെ പ്രകാശം എന്തിനാണ്? മനുഷ്യൻ്റെ ചതിക്കുഴികളെ കണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ, മരണത്തിൻ്റെ താഴ്വരയിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ. കുടുംബജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും
വിദ്യാഭ്യാസ ജീവിതത്തിലും എന്നു വേണ്ട സ്നേഹബന്ധത്തിലും സഹോദര ബന്ധത്തിലും എല്ലാം ചതിക്കുഴികൾ നമുക്കായി പതിയിരിക്കുക. എവിടേക്കാണ് ചതിയെന്ന് നമുക്ക് തന്നെ അറിയുവാൻ കഴിയുകയില്ല. സ്നേഹത്തോടെ വിളിച്ചു കൊണ്ടുപോകും, പക്ഷെങ്കിൽ അത് ചതിയാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഒരു പ്രകാശം നമ്മളിൽ ഉദിക്കണം, വെളിച്ചമുണ്ടാകട്ടെ. ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ സ്വയം പ്രകാശിപ്പിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം എന്ന് പറഞ്ഞാൽ, നമ്മിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ, നമ്മിൽ കർത്താവുണ്ടെങ്കിൽ നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ചതിക്കുഴി ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറിപ്പോകുവാൻ നമ്മെ സഹായിക്കുന്നു. ജീവിതങ്ങളിൽ തകർന്നു പോകുന്ന അനേക അനുഭവങ്ങൾ നമുക്കുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ തകർന്നു പോകുന്നത് കാണുന്നില്ലേ? വിദ്യാഭ്യാസ ജീവിതത്തിൽ, സ്നേഹബന്ധത്തിൽ, അല്ലെങ്കിൽ അപ്പനും അമ്മയുമായിട്ടുള്ളതായ റിലേഷനിൽ, ഈ സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ എത്ര ചതികളിലാണ് പെടുന്നതെന്നറിയാമോ? കാരണം എന്താണെന്ന് അറിയാമോ? അവർ സ്വയം പ്രകാശിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. പ്രകാശത്തെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്, ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണെന്നൊക്കെ അവർ വായിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ക്രിസ്തു അവരുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ മാത്രമാണ് അവർ സ്വയം പ്രകാശിക്കുന്നത്. നാം പ്രകാശിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ളതായ ചതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നാം പെടാവുന്നതായ ഡീപ്നെസ് അല്ലെങ്കിൽ ആഴത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പരിവർത്തിച്ചുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് തരിക. നിന്റെ മുൻപിൽ കുഴിയുണ്ട്, നീ സ്വയം പ്രകാശിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ മുൻപിൽ ചതിയുണ്ട്, നീ സ്വയം പ്രകാശിക്കണം. നിനക്ക് കാണുവാൻ ഒരു പക്ഷെങ്കിൽ നീ സൂര്യൻ്റെ പ്രകാശത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകാം. അത് കേവലം ദിവസങ്ങളെ വേർതിരിക്കുവാനും ആഴ്ചകളെയും മാസങ്ങളെയും ആണ്ടുകളെയും എണ്ണുവാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതിൽ കൂടെ നിന്റെ ചതികളെ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ആ പ്രകാശത്തെ വെല്ലുന്നതായ ഒരു അന്ധകാരം ഇതാ നിന്റെ മുൻപിൽ പതിയിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നീ തന്നെ പ്രകാശഗോളമായി മാറണം. നമ്മൾ തന്നെ പ്രകാശമാക്കി മാറ്റുന്നതായി. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. മനുഷ്യൻ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തിയാൽ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നാം പ്രകാശിപ്പിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്താൽ ചതിക്കുഴികളെ കണ്ടൊഴിഞ്ഞു പോകുവാൻ, ആരെയും ചതിക്കുഴിയിൽ വീഴ്ത്താതിരിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു. ഒന്ന്, നാം ചതിയെ ഒഴിഞ്ഞു മാറുന്നു. രണ്ട്, നാം ആരെയും ചതിക്കാത്തവരായി മാറുന്നു. അതാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ ചതിക്കുകയില്ല. രണ്ട്, നാം ചതിയിൽ വീഴുകയുമില്ല. കാരണം നാം സ്വയം പ്രകാശിക്കുന്നവരാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ തകർന്നു പോയ ജീവിതങ്ങൾ, ചതിക്കുഴികളിൽപ്പെട്ട ജീവിതങ്ങൾ, സ്നേഹബന്ധത്തിൽ വഞ്ചിക്കപ്പെട്ടവർ, സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ ജീവിതങ്ങളിൽ അനേക ചതിക്കുഴികൾ, ചതിയായിട്ടുള്ള വാക്കുകളെ വിശ്വസിച്ച് അനേക ഗർത്തങ്ങളിൽ പതിച്ചു പോയിട്ടുള്ള ജീവിതങ്ങളെ തിരിച്ചു വരുവാൻ നിന്റെ ജീവിതത്തിൽ ക്രിസ്തു പ്രകാശിക്കപ്പെടുമ്പോൾ നീ ആ ചതിക്കുഴിയിൽ നിനക്ക് കരകയറുവാൻ കഴിയും. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്നത്. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു എങ്കിലും വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നതായ ഒരു പരിശുദ്ധാത്മാവ് നിനക്ക് ചില ബോധ്യങ്ങൾ വരുത്തുന്നു. നിന്റെ മുൻപിൽ ചതിക്കുഴിയുണ്ട്, ചതിയുണ്ട്, മറ്റുള്ളവരെ ചതിക്കരുത് എന്ന് നിനക്ക് ബോധ്യം തരുന്നു. അപ്പോഴെന്താണ് നമുക്ക് പ്രതിവിധി? കുഴികളെ മൂടിക്കളയുവാൻ നമുക്ക് സാധിക്കുകയില്ല. മൂടിയാൽ തീരുന്ന കുഴികളല്ല, അത് വീണ്ടും വീണ്ടും കുഴികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഒന്ന് നമുക്ക് ചെയ്യുവാൻ കഴിയും, നാം സ്വയം പ്രകാശിക്കുന്നവരായി മാറുക. കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മളിൽ ആ പ്രകാശം വാഴുമ്പോൾ ചതിയിൽ നിന്ന് മാറുന്നു, ചതിക്കാത്തവരായി മാറുന്നു. ഈ പ്രഭാതം നിന്റെ ജീവിതത്തിൽ രണ്ട് പ്രവൃത്തികൾ ക്രിസ്തു നിന്നിൽ വസിക്കുന്നതിനാൽ ഉളവായി തീരണം. ഒന്ന്, നീ ചതിയിൽ നിന്ന് രക്ഷപ്പെടണം. രണ്ട്, നീ ആരെയും ചതിക്കരുത്. ഗോഡ് ബ്ലെസ് യു.